Hi friends, myself Ashtami from Trinity College of Engineering. So today we will be discussing about the previous year questions from ACT Advanced Concrete Technology. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് C361 ആണ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 2ൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What are the factors affecting workability of concrete? Explain. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മെയ് 2019 ഏപ്രിൽ 2018 ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വർക്കബിലിറ്റി എന്താണെന്ന് ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഫ്രഷ് കോൺക്രീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണ് അതെന്ന് നോക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റ് വിച്ച് ഡിറ്റർമിൻസ് ദ ഈസ് ആൻഡ് ഹോമോജിനിറ്റി വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ്, പ്ലേസ്ഡ്, കൺസോളിഡേറ്റഡ് ആൻഡ് ഫിനിഷ്ഡ്. അപ്പോൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി വർക്കബിലിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമുക്കൊരു കോൺക്രീറ്റ് എത്രത്തോളം മിക്സ് ചെയ്യാം, പ്ലേസ് ചെയ്യാം, കൺസോളിഡേറ്റ് ചെയ്യാം, അതൊക്കെ എത്രത്തോളം ഈസി ആയിട്ടും ഹോമോജിനിറ്റിയോടെയും ചെയ്യാൻ പറ്റും എന്നാണ് വർക്കബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നോക്കാം. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. അപ്പോൾ ആദ്യത്തെ ഫാക്ടറാണ് വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം, എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാം, ഫിനിഷ് ചെയ്യാം എന്നൊക്കെയാണ് വർക്കബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വർക്കബിലിറ്റിയും കൂടുതലായിരിക്കും. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇഫ് വാട്ടർ കണ്ടൻറ്റ് ഈസ് മോർ, ഫ്ലൂയിഡിറ്റി വിൽ ബി മോർ ആൻഡ് ഹെൻസ് വർക്കബിലിറ്റി വിൽ ബി മോർ. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ വർക്കബിലിറ്റിയും കൂടുതലായിരിക്കും. ഇനി വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ളൊരു മെയിൻ ഡീമെരിറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഡിക്രീസസ്. വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ആവും. മോർ വാട്ടർ കണ്ടൻറ്റ് ക്യാൻ ബി ആഡഡ് പ്രൊവൈഡഡ് കറസ്പോണ്ടിംഗ്ലി ഹയർ ക്വാണ്ടിറ്റി ഓഫ് സിമൻറ്റ് ഈസ് ഓൾസോ ആഡഡ് ടു കീപ് വാട്ടർ സിമൻറ്റ് റേഷ്യോ കോൺസ്റ്റൻറ്റ്. അതായത് നമ്മളിപ്പോൾ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വാട്ടർ സിമൻറ്റ് റേഷ്യോ ഒരു കോൺസ്റ്റൻ്റായി നിർത്താൻ പറ്റൂ. അപ്പോൾ ഈ ഫാക്ടറിൽ നമ്മൾ ഓർമ്മിക്കേണ്ട പോയിൻറ്റ് വാട്ടർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇനി രണ്ടാമത്തെ മെയിനായിട്ടുള്ള പോയിൻ്റ് നോക്കാം. അതാണ് മിക്സ് പ്രൊപ്പോർഷൻ. മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് സിമൻറ്റ് റേഷ്യോ ആണ്. ഇനി അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു നോക്കാം. ദി ഹയർ ദി അഗ്രിഗേറ്റ് സിമൻറ്റ് റേഷ്യോ ലീനർ വിൽ ബി ദ കോൺക്രീറ്റ്. നമ്മുടെ അഗ്രിഗേറ്റ് സിമൻറ്റ് റേഷ്യോ കൂടുതലാണെങ്കിൽ കോൺക്രീറ്റ് ലീനർ ആയിരിക്കും. ഈ ലീനർ കോൺക്രീറ്റിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലെസ് ക്വാണ്ടിറ്റി ഓഫ് പേസ്റ്റ് ഈസ് അവൈലബിൾ ഫോർ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പേസ്റ്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. ഫോർ ലോ അഗ്രിഗേറ്റ് സിമൻറ്റ് റേഷ്യോ വർക്കബിലിറ്റി വിൽ ബി മോർ. അപ്പോൾ ഇത് വർക്കബിലിറ്റി എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അഗ്രിഗേറ്റ് സിമൻറ്റ് റേഷ്യോ കുറവാണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം മുന്നേ നമ്മൾ പറഞ്ഞത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ്. ഇതിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ലോ അഗ്രിഗേറ്റ് സിമൻറ്റ് റേഷ്യോ ആണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. ഇനി മൂന്നാമത്തെ ഫാക്ടർ നോക്കാം. അഗ്രിഗേറ്റിൻ്റെ സൈസ്. നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസ് എങ്ങനെയാണ് വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ദ ബിഗ്ഗർ ദി സൈസ് ഓഫ് അഗ്രിഗേറ്റ് ലെസ്സർ വിൽ ബി ദ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ അഗ്രിഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുന്തോറും നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ കുറവായിരിക്കും. അത് കാരണം തന്നെ ലെസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ വെറ്റിംഗ് സർഫസ്. അപ്പോൾ ഈ ടോട്ടൽ സർഫസ് ഏരിയ കുറയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കേണ്ട വാട്ടർ കുറച്ച് മതിയായിരിക്കും. ഫോർ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് പേസ്റ്റ് ബിഗ്ഗർ സൈസ് ഓഫ് അഗ്രിഗേറ്റ് വിൽ ഹാവ് ഹയർ വർക്കബിലിറ്റി. അപ്പോൾ
ബിഗ്ഗർ സൈസ് അഗ്രിഗേറ്റിനാണ് വർക്കബിലിറ്റി കൂടുതൽ തരാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ ചോദിച്ചാൽ ബിഗ്ഗർ സൈസ് അഗ്രിഗേറ്റ് ആയിരിക്കുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ലെസ് ആയിരിക്കും. അത് കാരണം തന്നെ നമുക്ക് ലെസ് ക്വാണ്ടിറ്റി വാട്ടർ മതിയാവും. അതുകൊണ്ട് തന്നെ വർക്കബിലിറ്റി കൂടുതലായിരിക്കും ബിഗ്ഗർ സൈസ് അഗ്രിഗേറ്റ്സിന്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞത് അഗ്രിഗേറ്റിൻ്റെ സൈസാണ്. ഇനി നമ്മൾ അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. അഗ്രിഗേറ്റ് ഷേപ്പ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അഗ്രിഗേറ്റിൻ്റെ പല ഷേപ്പുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫ്ലേക്കി, ആംഗുലാർ, എലോങ്ങേറ്റഡ്, റൗണ്ടഡ്, അങ്ങനെ ഒത്തിരി ഷേപ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഏത് അഗ്രിഗേറ്റാണ് നല്ല വർക്കബിലിറ്റി തരുന്നതെന്ന് ചോദിച്ചാൽ അത് റൗണ്ടഡ് അഗ്രിഗേറ്റാണ്. അപ്പോൾ റൗണ്ടഡ് അഗ്രിഗേറ്റാണ് നമുക്ക് വർക്കബിലിറ്റി കൂടുതലായിട്ട് തരുന്നത്. അതിനുള്ള റീസൺ ചോദിച്ചാൽ ഇറ്റ് ഹാസ് ലെസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അതിൻ്റെ ഷേപ്പ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കാരണമുള്ള റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് വർക്കബിലിറ്റി കൂടുതലായിരിക്കും. ആംഗുലാർ, ഫ്ലേക്കി, എലോങ്ങേറ്റഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർക്കബിലിറ്റി നമ്മുടെ റൗണ്ടഡ് അഗ്രിഗേറ്റ്സിന് കൂടുതലായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് നോക്കാം. സർഫസ് ടെക്സ്ചർ. അപ്പോൾ സർഫസ് ടെക്സ്ചർ എന്ന് പറയുമ്പോൾ റഫ് ടെക്സ്ചറുള്ള അഗ്രിഗേറ്റും ഉണ്ടാവും, അതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള അഗ്രിഗേറ്റും ഉണ്ടാവും. ഇനി റഫായിട്ടുള്ള അഗ്രിഗേറ്റിനാണെങ്കിൽ ലെസ് വർക്കബിലിറ്റി ആയിരിക്കും. കാരണം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അതിന് കൂടുതലായിരിക്കും. അപ്പോൾ റഫായിട്ടുള്ള അഗ്രിഗേറ്റ്സിനാണെങ്കിൽ വർക്കബിലിറ്റി കുറവായിരിക്കും. നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വർക്കബിലിറ്റിയും കൂടുതലായിരിക്കും. ഇങ്ങനെയാണ് സർഫസ് ടെക്സ്ചർ വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഷേപ്പിൽ പറഞ്ഞതുപോലെ റൗണ്ട് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, അപ്പോൾ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പിൽ പറഞ്ഞതാണെങ്കിൽ റൗണ്ടഡ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, അപ്പോഴത്തേക്കും വർക്കബിലിറ്റി കൂടുതലായിരിക്കും. ഇനി ടെക്സ്ചറിൻ്റെ കേസിൽ സ്മൂത്ത് ടെക്സ്ചർ ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, അപ്പോൾ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തതാണ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സ്. വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ നമുക്ക് വോയിഡ്സിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, അപ്പോൾ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ഹയർ വർക്കബിലിറ്റി തരും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അതിന് ലീസ്റ്റ് എമൗണ്ട് ഓഫ് വോയിഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സിൽ വരുന്നത്. ഇനി അടുത്തത് യൂസ് ഓഫ് അഡ്മിക്സ്ചേഴ്സ്. അഡ്മിക്സ്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അഡ്മിക്സ്ചേഴ്സിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ടൈപ്പാണ് പ്ലാസ്റ്റിസൈസേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, അതുപോലെ എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇതെല്ലാം വർക്കബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന അഡ്മിക്സ്ചേഴ്സാണ്. അപ്പോൾ അഡ്മിക്സ്ചർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ വർക്കബിലിറ്റിയും കൂടുതലായിരിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അതാണ് എൻട്രാപ്ഡ് എയർ. For normal concrete without air entrainment, for same workability, water content decreases with increase in maximum size of aggregates. When air is entrained, water content can be reduced. അപ്പോൾ എൻട്രാപ്ഡ് എയർ എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത് നമ്മൾ എയർ എൻട്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇത്രയാണ് 8 എണ്ണം ഉണ്ട് മൊത്തം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. എൻട്രാപ്ഡ് എയർ, യൂസ് ഓഫ് അഡ്മിക്സ്ചേഴ്സ്, ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സ്, സർഫസ് ടെക്സ്ചർ, aggregate shape, aggregate size, mix proportion, വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. മിക്സ് പ്രപ്പോർഷൻ നമ്മൾ ലോ അഗ്രിഗേറ്റ് സിമൻറ്റ് റേഷ്യോ ആണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും.
അഗ്രിഗേറ്റ് സൈസിൽ ബിഗ്ഗർ അഗ്രിഗേറ്റ് സൈസ് ആണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. അഗ്രിഗേറ്റ് ഷേപ്പിൽ റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. സർഫസ് ടെക്സ്ചറിൽ സ്മൂത്ത് ടെക്സ്ചർ ആണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സിൽ വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ആണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. യൂസ് ഓഫ് അഡ്മിക്സ്ചേഴ്സിൽ അഡ്മിക്സ്ചർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും. എൻട്രാപ്ഡ് എയറിൽ എയർ എൻട്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസ്റ്റിങ്ക്വിഷ് പ്ലാസ്റ്റിസൈസേഴ്സ് ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മെയ് 2019, ഏപ്രിൽ 2018, ഡിസംബർ 2018. 3 വർഷം ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്ലാസ്റ്റിസൈസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്ലാസ്റ്റിസൈസറും സൂപ്പർ പ്ലാസ്റ്റിസൈസറും ഒക്കെ എന്ന്. അപ്പോൾ അഡ്മിക്സ്ചേഴ്സിൽ വരുന്ന കാറ്റഗറിയാണിത്. അത് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ടെന്ന് വർക്കബിലിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വർക്കബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പ്ലാസ്റ്റിസൈസറിനെ ഉപയോഗിക്കുന്നത്. A good concrete has requirement of right workability. Adding extra water will fluidize concrete mix. Addition of extra water increases workability but results in concrete cancer, segregation, etc. അപ്പോൾ നമ്മൾ ഒരു ഗുഡ് കോൺക്രീറ്റ് മിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് റിക്വയർഡ് ആയിട്ടുള്ള വർക്കബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ വാട്ടറാണ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ മിക്സ് ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ ആയിപ്പോവും. അങ്ങനെ ഫ്ലൂയിഡ് സ്റ്റേറ്റിലായാലുള്ള പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. കോൺക്രീറ്റ് ക്യാൻസർ, സെഗ്രിഗേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ടു ഓവർകം ദിസ് പ്ലാസ്റ്റിസൈസേഴ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുന്നത്. ഇനി പ്ലാസ്റ്റിസൈസറിൻ്റെ മറ്റൊരു പേരാണ് വാട്ടർ റെഡ്യൂസർ. Okay. The use of plasticizers as admixtures increases the workability of concrete without using an excess of water. അപ്പോൾ നമ്മൾ എക്സസ് വാട്ടർ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പ്ലാസ്റ്റിസൈസർ ഉപയോഗിച്ചിട്ട് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റീസ് ഓഫ് പ്ലാസ്റ്റിക് കോൺക്രീറ്റ്. പ്ലാസ്റ്റിക് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. The organic substances or combination of organic and inorganic substances which allow reduction in water content for given workability or give a higher workability of same water content. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിസൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഒന്നുകിൽ ഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഗാനിക്കിൻ്റെയും ഇനോർഗാനിക്കിൻ്റെയും ഒരു കോമ്പിനേഷനും ആയിരിക്കാം. ഈ സബ്സ്റ്റൻസസിൻ്റെ പ്രത്യേകത അത് വാട്ടർ റിഡക്ഷനെ പ്രോത്സാഹിപ്പിക്കും എന്നതാണ്. ഇനി കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്ലാസ്റ്റിസൈസേഴ്സ് എന്തൊക്കെയാണ് ഒരു പ്ലാസ്റ്റിസൈസറിലുള്ളതെന്ന് നോക്കാം. എന്തൊക്കെ നമ്മൾ പ്ലാസ്റ്റിസൈസറായിട്ട് യൂസ് ചെയ്യുന്ന നോക്കാം. പ്ലാസ്റ്റിസൈസർ ആർ ആനയോണിക് Plasticizers are anionic surfactants such as lignosulfonates and their modifications and derivatives, salts of sulfonates, hydrocarbons, etc. അപ്പോൾ പ്ലാസ്റ്റിസൈസേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ആനയോണിക് സർഫക്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിഗ്നോസൾഫോണേറ്റ്സ് യൂസ് ചെയ്യും, അതിൻ്റെ മോഡിഫിക്കേഷൻസും ഡെറിവേറ്റീവ്സും യൂസ് ചെയ്യും, പിന്നെ ഹൈഡ്രോ കാർബണിൻ്റെയും സൾഫേറ്റിൻ്റെയൊക്കെ സാൾട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നോൺ അയോണിക് സർഫക്റ്റൻസ് സച്ച് ആസ് പോളിഗ്ലൈക്കോൾ എസ്റ്റേഴ്സ്, ആസിഡ് ഹൈഡ്രോക്സിലേറ്റഡ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് ദെയർ മോഡിഫിക്കേഷൻസ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ നോൺ അയോണിക് ആയിട്ടുള്ള സർഫക്റ്റൻസും യൂസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് പോളിഗ്ലൈക്കോൾ എസ്റ്റർ, അതുപോലെ ഹൈഡ്രോക്സിലേറ്റഡ് കാർബോക്സിലിക് ആസിഡ്, അതുപോലെ തന്നെ അതിൻ്റെ മോഡിഫിക്കേഷൻസും ഡെറിവേറ്റീവ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി
അതർ പ്രോഡക്ട്സ് സച്ച് ആസ് കാർബോഹൈഡ്രേറ്റ്സ് എക്സെട്ര. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സും നമ്മൾ ചില കണ്ടീഷൻസിൽ പ്ലാസ്റ്റിസൈസറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി പ്ലാസ്റ്റിസൈസർ എത്ര ക്വാണ്ടിറ്റിയിലാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. പ്ലാസ്റ്റിസൈസേഴ്സ് ആർ യൂസ്ഡ് ഇൻ 0.1 to 0.4% ടു വെയ്റ്റ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ വെയ്റ്റിനനുസരിച്ച് സിമെൻറ്റിൻ്റെ വെയ്റ്റിൻ്റെ 0.1 to 0.4% വരെ നമ്മൾ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യാറുണ്ട്. ഇനി റിഡക്ഷൻ ഇൻ മിക്സിംഗ് വാട്ടർ എന്ന് പറയുന്നത് 5 to 15% ആയിരിക്കും. ഇത് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമായിരിക്കും. ഇനി എ ഗുഡ് പ്ലാസ്റ്റിസൈസർ fluidizes the mortar or concrete in a different manner than that of air entraining agents. Some plasticizers entrain air also. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിസൈസർ നമ്മൾ പറഞ്ഞു ഇത് വാട്ടർ ആഡ് ചെയ്യാതെ തന്നെ ഇത് ഫ്ലൂയിഡൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കോൺക്രീറ്റ് മിക്സിനെ. ഇനി ആ ഹെൽപ്പ് ചെയ്യുന്നത് എയർ എൻട്രെയിനിങ് ഏജൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഇനി ചില ടൈപ്പ് പ്ലാസ്റ്റിസൈസേഴ്സ് നമുക്ക് എയർ എൻട്രെയിനിങ് ഏജൻസ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ലിഗ്നോസൾഫോണിക് ആസിഡ്, natural product from wood processing industries are used. Plasticizers are generally adopted in a recommended dose. Higher dosages than prescribed may cause excessive retardation. അപ്പോൾ പ്ലാസ്റ്റിസൈസേഴ്സിൻ്റെ എക്സാമ്പിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലിഗ്നോസൾഫോണിക് ആസിഡ്. അതെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ്. വുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ നിന്നാണ് നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി പ്ലാസ്റ്റിസൈസർ നമ്മളൊരു കോൺക്രീറ്റ് മിക്സിൽ എപ്പോഴും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഡോസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനേക്കാളും കൂടിയ ഒരു ഡോസേജിൽ നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സസീവ് റിട്ടാർഡേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്ലാസ്റ്റിസൈസേഴ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്താൽ. ഇതിൻ്റെ മറ്റൊരു പേര് വാട്ടർ റെഡ്യൂസർ എന്നാണ്. ഇത് പ്ലാസ്റ്റിക് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ എക്സസ് വാട്ടർ ഇല്ലാതെ തന്നെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഓർഗാനിക് സബ്സ്റ്റൻസും ഉണ്ട്, ഓർഗാനിക്കിൻ്റെയും ഇനോർഗാനിക്കിൻ്റെയും ഒരു കോമ്പിനേഷനും ഉണ്ട്. ഇതിൻ്റെ കോൺസ്റ്റുവൻസ് എന്ന് പറയുന്നത് ലിഗ്നോസൾഫോണേറ്റ്സ് ആൻഡ് ദെയർ മോഡിഫിക്കേഷൻ, പിന്നെ സൾഫോണേറ്റിൻ്റെ കുറച്ച് സോൾട്സ്, അതുപോലെ പോളിഗ്ലൈക്കോൾ എസ്റ്റർ, ആസിഡ് ഹൈഡ്രോക്സിലേറ്റഡ് കാർബോക്സിലിക് ആസിഡ്, ഇതൊക്കെയാണ്. ഇനി ഇത് യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി 0.1 to 0.4% ആണ്. ഇനി ചില ടൈപ്പ് പ്ലാസ്റ്റിസൈസേഴ്സ് എയർ എൻട്രെയിനിങ് ഏജൻസ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലുള്ള ലിഗ്നോസൾഫോണിക് ആസിഡ് എന്ന് പറയുന്നത് വുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ്. ഇനി പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റെക്കമെൻഡഡ് ഡോസ് ഉണ്ടായിരിക്കും. ആ ഡോസ് കഴിഞ്ഞിട്ട് എക്സീഡ് ചെയ്ത് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസീവ് റിട്ടാർഡേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്താണെന്ന് നോക്കാം. Super plasticizers. They are improved chemical admixtures over plasticizers with highly effective plasticizing effects on wet concrete. അപ്പോൾ പ്ലാസ്റ്റിസൈസറിനേക്കാളും പ്ലാസ്റ്റിസൈസിങ് എഫക്റ്റ് കൂടിയ ഒരു പ്ലാസ്റ്റിസൈസറാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെറ്റ് കോൺക്രീറ്റിലായിരിക്കും. They are chemically different from normal plasticizers. നോർമൽ ആയിട്ടുള്ള പ്ലാസ്റ്റിസൈസറിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷനാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സിന് ഉള്ളത്. They reduce water up to 30% without reducing workability. വർക്കബിലിറ്റി റെഡ്യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് 30% വരെ വാട്ടർ കണ്ടൻറ്റ് ഒരു സിമെൻറ്റ് മിക്സിൽ കുറയ്ക്കാൻ പറ്റും സൂപ്പർ പ്ലാസ്റ്റിസൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പോസിബിൾ റിഡക്ഷൻ ഈസ് അപ് ടു 15%. അപ്പോൾ പോസിബിളായിട്ടുള്ള വാട്ടർ റിഡക്ഷൻ എന്ന് പറയുന്നത് 15% ആണ്. ഇനി ഇതിൻ്റെ അതർ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് ലെവലിംഗ്, സെൽഫ് കോമ്പാക്റ്റിംഗ്, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, ഹൈ പെർഫോമൻസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ
ഇത് ഹൈ സ്ട്രെങ്ത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് അഡ്വാൻറ്റേജ് സെൽഫ് ലെവലിംഗ്, സെൽഫ് കോമ്പാക്റ്റിംഗ്, ഹൈ സ്ട്രെങ്ത്, അതുപോലെ ഹൈ പെർഫോമൻസ്. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഈസ് സിമിലർ ടു പ്ലാസ്റ്റിസൈസർ. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ കോമ്പസിഷൻ പ്ലാസ്റ്റിസൈസറിനേക്കാളും ഡിഫറെൻ്റ് ആണെങ്കിലും ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ രണ്ടിലും ഏകദേശം സെയിം ആണ്. The use of super plasticizer also made it possible to use water cement ratio as low as 0.25 or even lower. ഇനി നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്യുന്നതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജാണ് നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. നമുക്ക് 0.25 വരെയും അല്ലെങ്കിൽ അതിനേക്കാളും താഴെ ഒരു വാല്യൂ വരെയും നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റും. ഇനി സെയിം വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കബിളായിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അതേ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിച്ചാൽ അതിനേക്കാളും കൂടുതൽ വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഒത്തിരി കുറയ്ക്കാനായിട്ട് പറ്റും. അത് കാരണം സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ നമുക്ക് സിമെൻറ്റിൻ്റെ എമൗണ്ടും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സെയിം ആയിട്ടുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോർ വർക്കബിളായിട്ടുള്ള കോൺക്രീറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതേസമയം അതേ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിച്ചില്ലെങ്കിൽ വർക്കബിളായിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും. പക്ഷെ ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ വർക്കബിളായിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിച്ചാൽ നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയ്ക്കാൻ പറ്റും. അതുവഴി സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് കാരണം നമുക്ക് ആ മിക്സിലേക്ക് ഉപയോഗിക്കേണ്ട സിമെൻറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും പറ്റും. ഇനി സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് പ്രൊഡ്യൂസ് ഹോമോജിനസ് കൊഹീസീവ് കോൺക്രീറ്റ് വിത്തൗട്ട് സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ്. ഇനി സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിച്ചാൽ കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജാണ് നമുക്ക് സെഗ്രിഗേഷനോ ബ്ലീഡിങ്ങോ ഒന്നുമില്ലാത്ത ഹോമോജിനസ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് മിക്സ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തത് സൾഫണേറ്റഡ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് കണ്ടൻസേറ്റ്, അടുത്തത് നാഫ്തലിൻ സൾഫണേറ്റ് ഫോർമാൽഡിഹൈഡ് കണ്ടൻസേറ്റ്സ്, അടുത്തത് മോഡിഫൈഡ് ലിഗ്നോ സൾഫണേറ്റ്, മിക്സ്ചർ ഓഫ് സാക്കറൈഡ്സ് ആൻഡ് ആസിഡമൈൻസ്. അപ്പോൾ ഇത് 4 സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സിൻ്റെ മെയിനായിട്ടുള്ള എക്സാമ്പിൾസ്. അപ്പോൾ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കെമിക്കൽ അഡ്മിക്സ്ചേഴ്സാണ്. പ്ലാസ്റ്റിസൈസേഴ്സിനേക്കാളും പ്ലാസ്റ്റിസൈസിങ് പ്രോപ്പർട്ടി അതിനുണ്ട്. അതുപോലെ അത് നോർമൽ പ്ലാസ്റ്റിസൈസേഴ്സിനേക്കാളും കെമിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പസിഷനാണ്. പക്ഷേ അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഏകദേശം സെയിം ആണ്. പിന്നെ ഇത് വാട്ടർ 30% വരെ റെഡ്യൂസ് ചെയ്യും. വർക്കബിലിറ്റി കുറയാതെ തന്നെ വാട്ടർ 30% വരെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പോസിബിൾ റിഡക്ഷൻ 15% ആണ്. ഇതിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസ് സെൽഫ് ലെവലിംഗ്, സെൽഫ് കോമ്പാക്റ്റിംഗ്, ഹൈ സ്ട്രെങ്ത്, അതുപോലെ ഹൈ പെർഫോമൻസ്. ഇതാണ്. ഇനി ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിസൈസറിനെ പോലെ തന്നെയാണ്. ഇനി നമുക്ക് സൂപ്പർ പ്ലാസ്റ്റിസൈസറിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമുക്ക് 0.25 വരെയോ അതിനേക്കാളും താഴെയോ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സെയിം വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ തന്നെ സൂപ്പർ പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്താൽ നമുക്ക് മോർ വർക്കബിളായിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി സൂപ്പർ പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയ്ക്കാൻ പറ്റും. അതുവഴി സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ അതുവഴി നമുക്ക് സിമെൻറ്റിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഇനി സൂപ്പർ പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഗ്രിഗേഷനോ ബ്ലീഡിങ്ങോ ഒന്നും ഇല്ലാതെ ഹോമോജിനസ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് മിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസാണ് സൾഫണേറ്റഡ് മെലാമൈൻ ഫോർമാൽഡിഹൈഡ് കണ്ടൻസേറ്റ്സ്, നാഫ്തലിൻ സൾഫണേറ്റ് ഫോർമാൽഡിഹൈഡ് കണ്ടൻസേറ്റ്സ്, മോഡിഫൈഡ് ലിഗ്നോ സൾഫണേറ്റ്, മിക്സ്ചർ ഓഫ് സാക്കറൈഡ്സ് ആൻഡ് ആസിഡമൈൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.